കേരളത്തിലുണ്ടായിരുന്ന സസ്യസമ്പത്തിൻ്റെ ബാക്കിപത്രമാണ് കാവുകൾ. സർപ്പക്കാവുകളും തെയ്യക്കാവുകളും പൂമാലക്കാവുകളും ആരാധനാലയങ്ങൾ എന്ന നിലയിൽ മാത്രമല്ല, അപൂർവമായ ഔഷധികളുള്ള ഔഷധോദ്യാനങ്ങളെന്ന നിലയിലും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ നിരവധി ഔഷധികളുടെ സ്വാഭാവിക വനമാണ് ഓരോ കാവും. കാവ് തീണ്ടരുത് എന്ന് പഴയ തലമുറ പറഞ്ഞപ്പോൾ നമ്മളത് കേൾക്കാത്തതുകൊണ്ട് മാത്രം നിരവധി കാവുകൾ അപ്രത്യക്ഷമായി. അതോടെ പല അപൂർവ ഔഷധങ്ങളും ഒറ്റമൂലികളും കാലയവനികയിൽ മറഞ്ഞു. ഇത് തൃശ്ശൂർ ജില്ലയിൽ ഇന്നും സംരക്ഷിക്കപ്പെടുന്ന ഒരു വലിയ കാവ്, പാമ്പുംമേക്കാവ്. ഈ അപൂർവ സസ്യസഞ്ചയത്തെ ആരും തീണ്ടാതെ സംരക്ഷിക്കുന്നതിന് പാമ്പുംമേക്കാവില്ലത്തെ ഇന്നത്തെ തലമുറയോട് വരും തലമുറ പോലും കടപ്പെട്ടിരിക്കുന്നു. ഇനിയെങ്കിലും ആരും കാവു തീണ്ടാതിരിക്കുക. അപൂർവ ഔഷധ സസ്യങ്ങൾ തഴച്ചു വളരട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ ഒരാളെ കാണുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുന്നത് മുഖത്തെയാണ്. മുഖം സൗന്ദര്യസങ്കല്പത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിലെ മറ്റേത് ഭാഗത്തേക്കാളും നമ്മൾ ആദ്യം ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് മുഖത്തിനാണ്. മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ വ്യക്തിത്വത്തിൻ്റെയും നമ്മളുടെ സ്വത്വത്തിൻ്റെയും പ്രതീകമായിട്ടാണ് നമ്മൾ മുഖത്തെ കാണുന്നത്. മുഖം മിനുക്കാൻ ആഗ്രഹിക്കുന്നവർ, സുന്ദരിമാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇന്നു മുതൽ ജീവധാര കാണുക. ഐശ്വര്യത്തിൻ്റെ നിറമായി ഭാരതീയർ കാണുന്ന ഒരു നിറമാണ് മഞ്ഞ. സ്വർണത്തിൻ്റെ നിറമാണ് മഞ്ഞ. മഞ്ഞൾ എന്ന ഔഷധിയുടെ പേരിൽ നിന്നുമാണ് മഞ്ഞ എന്ന പേര് വന്നത്. ഔഷധമായും ആഹാരമായും ദേവപ്രസാദമായും മഞ്ഞൾ നമ്മുടെ സംസ്കാരത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇന്നത്തെ ജീവധാരയിൽ എന്തിനെക്കുറിച്ചായിരിക്കും പറയുന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ. സർവ്വ വിഷാണു സംഹാരിയായ മഞ്ഞളിനെക്കുറിച്ചാണ് ഇന്നു മുതൽ ജീവധാരയിൽ. തിക്തം, കടു തുടങ്ങിയ രസങ്ങളും ലഘു, രൂക്ഷം തുടങ്ങിയ ഗുണങ്ങളും ഉഷ്ണവീര്യവുമുള്ള ഒരു ഔഷധമായിട്ടാണ് ആയുർവേദം മഞ്ഞളിനെ കാണുന്നത്. കുർക്കുമിൻ എന്ന പദാർത്ഥവും ടർമറോഡ് എന്ന സുഗന്ധതൈലം കൂടാതെ മറ്റു ബാഷ്പശീല തൈലങ്ങൾ, വിറ്റമിൻ എ, പ്രോട്ടീനുകൾ, കാർബോഹൈഡ്രേറ്റ് എന്നിവയും മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്നു എന്ന് ആധുനിക ശാസ്ത്രം പറയുന്നു. ഈ മഞ്ഞൾ വളരെയധികം ഉപയോഗങ്ങളുള്ളതാണ്. അതൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം മഞ്ഞളിൽ നിന്ന് അമേരിക്കയിലേക്ക് പേറ്റന്റ് എടുക്കാൻ ശ്രമിക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ നിന്ന് തന്നെ മഞ്ഞളിൻ്റെ ഗുണങ്ങൾ വളരെയധികം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്. പ്രധാനമായിട്ട് അതൊരു ആൻറ്റിസെപ്റ്റിക്കാണ്, അതുപോലെ ആൻറ്റി ഓക്സിഡൻ്റാണ്, പിന്നെ ആൻറ്റി ടോക്സിക്കാണ്. ഇങ്ങനെ 3 പ്രധാന ഗുണങ്ങൾ മഞ്ഞളുണ്ട്.